അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും അനേകായിരം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, മറ്റൊരു റമദാനിൻ്റെ കൂടി അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാനിൻ്റെ 25-ാമത്തെ പകലിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും അവസരം തന്നിരിക്കുകയാണ്. പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ 25 ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നുപോയത്. അള്ളാഹു പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
വിശ്വാസികളെ, നോമ്പുകാരൻ്റെ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതാണ്. കഴിഞ്ഞ 24 ദിവസവും നമ്മൾ അനുഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാർക്ക് 2 സന്തോഷങ്ങളുണ്ട് എന്ന്. യഫ്റഹുഹുമ, അവ രണ്ടുകൊണ്ടും അവൻ സന്തോഷിക്കുന്നു. ഇദാ അഫ്തറ ഫരിഹ, ഓരോ നോമ്പും പൂർത്തിയാകുമ്പോൾ ആ ഒരു ദിനം പൂർത്തിയാക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം വിശ്വാസിയിലുണ്ടാകും. ആ സന്തോഷമാണ് കഴിഞ്ഞ 24 പകലിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് അനുഭവിക്കാനുള്ള 2 സന്തോഷങ്ങളിൽ ചെറുതാണ് നാം അനുഭവിച്ച ഈ സന്തോഷങ്ങൾ. രണ്ടാമത്തതാണ് ഒന്നാമത്തതിനേക്കാൾ വലിയ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഇദാ ലഖിയ റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഫരിഹ ബിസൗമിഹി, അവൻ്റെ നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സന്തോഷിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ആ വലിയ സന്തോഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, റബ്ബിനെ കാണുമ്പോൾ ആ രണ്ടാമത്തെ ആ വലിയ സന്തോഷം അനുഭവിക്കാനാകണമെങ്കിൽ എങ്ങനെ നമ്മളുടെ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ എത്തണം, അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെ എത്തുന്നവർക്കാണ് വിജയമുള്ളത് എന്നും അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെ എത്തിയാലാണ് പരാജയപ്പെട്ടു പോവുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ 20-ാം അധ്യായം സൂറ ത്വാഹയുടെ 74-75 ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവിടെ പറഞ്ഞത്, ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമിലസ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ്ദറജാതുൽ ഉലാ. അല്ലാഹ് പറയാണ്, ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമാ, ആരാണോ തെറ്റുകളുടെ ആളായി, തിന്മയുടെ ആളായി, അധർമ്മകാരികളായി ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ഫഇന്ന ലഹു ജഹന്നം, അവനുള്ളത് നരകമാണ്, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ആ നരകത്തിൽ മരണവുമില്ല, അവന് ജീവിതവും ഉണ്ടാവുകയില്ല. വമൻ യഅതിഹി മുഅ്മിനാ, എന്നാൽ ആരാ റബ്ബിന്റെ അടുത്തേക്ക് വിശ്വാസിയായി എത്തിയോ, ഖദ് അമിലസ്സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആര് വിശ്വാസിയായി റബ്ബിനെ കണ്ടുമുട്ടുന്നോ, ഫൗലൈക ലഹുമുദ്ദറജാതുൽ ഉലാ, അവർക്കാണ് അത്യുന്നതമായ പദവികൾ അവിടെയുള്ളത്. 2 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. തിന്മയായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നരകവും, വിശ്വാസിയായി നന്മ ചെയ്തിട്ടാണ് ചെല്ലുന്നതെങ്കിൽ സ്വർഗത്തിലെ ഉന്നതമായ പദവികളും കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ 10-25 ദിവസങ്ങളിൽ നമ്മൾ സന്തോഷിച്ച സന്തോഷത്തിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാനാകണമെങ്കിൽ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, തിന്മയില്ലാതിരിക്കാനും, രണ്ടാമത്തത് വിശ്വാസിയായി നന്മയുടെ ആളായി പരലോകത്തെത്താനും നമുക്ക് സാധിക്കണം. തിന്മയില്ലാതിരിക്കണം. സഹോദരങ്ങളെ, നമ്മൾ നന്മയിൽ ശ്രദ്ധിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇന്നലകളിൽ അന്ധകാരം നിറഞ്ഞ, ജാഹിലിയത്ത് നിറഞ്ഞ, അധർമ്മങ്ങൾ നിറഞ്ഞ പിന്നിട്ട ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തു നോക്കണം. ആ തിന്മകളുമായിട്ടാണ് റബ്ബിൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ സന്തോഷം അനുഭവിക്കാനാകൂല. അതുകൊണ്ട് തിന്മകളോട് വിട പറഞ്ഞ്, തിന്മകളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച്, കഴിഞ്ഞ തിന്മകൾ നമ്മളുടെ രേഖകളിൽ ഇല്ലാതിരിക്കാനുള്ള പണി കൂടി നമ്മൾ എടുക്കേണ്ട സമയമാണിത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, എങ്ങനെ നമുക്ക് തിന്മയെ മായ്ക്കാനാകുക. 2 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം പശ്ചാത്തപിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബല,
ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ, അവൻ ആരെപ്പോലെയാണ്? കമൻ ലാ ദംബ ലഹു, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ട് പശ്ചാത്തപിക്കണം സഹോദരങ്ങളെ. നമ്മൾ പാപമോചനങ്ങൾ ഉയരേണ്ട സമയമാണിത്. നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ തിന്മകളെ എടുത്തു പറഞ്ഞ് കണ്ണു നിറച്ച് തൗബത്തുൻ നസൂഹ ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, തിന്മകളെ മായ്ച്ചു കിട്ടാനുള്ള മറ്റൊരു വഴിയായി പറഞ്ഞത് വഅത്ബിഇ സയ്യിഅത്തൽ ഹസന, നീ തിന്മ ചെയ്തു പോയാൽ, തിന്മ സംഭവിച്ചു പോയാൽ നന്മകൾ അതിനെ തുടർന്ന് ധാരാളമായി ചെയ്യുക. തംഹുഹ, ആ നന്മകൾ നിന്റെ അടുത്ത് വന്നുപോയ തിന്മകളെ മായ്ച്ചു കളയും. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹൂദിന്റെ 114 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്, ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആ, നന്മകൾ മനുഷ്യന്റെ തിന്മകളെ പൂക്കിക്കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടു കാര്യം, തിന്മയുമായി റബ്ബിനെ കണ്ടുമുട്ടാതിരിക്കാൻ രണ്ടു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് നമ്മുടെ റബ്ബിലേക്ക് മടങ്ങാനും ധാരാളമായി നന്മകളെ തുടർത്തി ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്ന് പറഞ്ഞത്, തിന്മയില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടണം. രണ്ടാമത്തത്, നന്മകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. ധാരാളം നന്മകളിലൂടെയാണ് കഴിഞ്ഞ 2-3-4 ആഴ്ചയായി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നന്മകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സജീവമാകാനുള്ള പരിശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. സഹോദരങ്ങളെ, ഇനിയുമുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളായി പഠിപ്പിച്ചത് ഒറ്റയിട്ട രാവുകളാണ്. ആ ഒറ്റയിട്ട 2 രാവുകൾ ഇനിയും നമുക്ക് റമദാനിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്മകൾ നിലനിർത്തി സജീവമായി നന്മകളുമായി തന്നെ ജീവിതത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചിലപ്പോ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ 1 തവണയും 2 തവണയും അതിലധികവും ഖുർആൻ പാരായണം ചെയ്ത് തീർത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ 1 തവണയാണ് കഴിഞ്ഞതെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അലസത വരും. ഇനി നമ്മളിങ്ങനെ കണക്കൂട്ടും, 25 ദിവസമായിട്ട് 1 വട്ടാണ് ഓതി തീർന്നത്. അപ്പൊ ഇനിയുള്ള 5 ദിവസം കൊണ്ട് എന്തായാലും എനിക്ക് ഓതി തീരൂല. അപ്പൊ പിന്നെ ഖുർആൻ ഓതുന്നിടത്തൊരു അലസതയും, ഖുർആൻ കയ്യിൽ നിന്ന് മാറ്റിവെച്ച് ഒറ്റയിട്ട രാവാകുമ്പോഴേക്ക് 1 തവണ ഓതി തീർത്തു. അപ്പൊ പിന്നെ ഈ ബാക്കിയുള്ള സമയം വെറുതെ സംസാരിച്ച് മറ്റു കാര്യങ്ങളിലും സമയം ചെലവഴിക്കാതെ എത്ര നമുക്ക് തീർക്കാനാകുമോ അത്രയും ഇനിയുള്ള ദിവസങ്ങളിലും ഖുർആനിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. സഹോദരങ്ങളെ, അങ്ങാടികളിലാണ് ആളുകൾ ഭൂരിപക്ഷവും ഇപ്പോൾ ഉള്ളത്. തിരക്കുകളാണ്. മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ, റമദാനിന്റെ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ ഈ തിരക്കുള്ള ദിവസങ്ങളിലേക്ക് നമ്മുടെ അങ്ങാടികൾ മാറിയിട്ടുണ്ട്. ഈ അങ്ങാടികളിൽ അനാവശ്യങ്ങളുമായി അത്ര വലിയ ആവശ്യങ്ങളില്ലാതെ ഒക്കെ പോകുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ പോകുന്നത് അത്യാവശ്യങ്ങൾക്കായിരിക്കും. പക്ഷേ അങ്ങാടികളിലെ സജീവത ജമാഅത്തുകളിൽ നിന്ന് അറിയാതെയെങ്കിലും നമ്മൾ പിറകോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പെട്ടെന്നാണ്, മുമ്പേ എടുത്തതാണ്, ഒരു ഡ്രസ്സ് മാറ്റേണ്ടി വന്നതാണ്, അതിനാണ് അങ്ങാടിയിലെത്തിയത്. പക്ഷേ അശ്രദ്ധമായി പോയ ളുഹറിന്റെ ജമാഅത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചത് ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ നമുക്ക് അറിയാതെയെങ്കിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള സജീവ ശ്രദ്ധ, നന്മകളോടുള്ള മനസ്സിന്റെ ഈ താല്പര്യത്തെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, സ്വതക്കയുടെ കാര്യത്തിൽ കുറേ കൊടുത്തു അല്ലെ? സാധാരണ പുണ്യം നിറഞ്ഞ സമയം അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത് തീർന്നിട്ടുണ്ടാകും. പലപ്പോഴും മനസ്സു തന്നെ പറയും, കുറേ കൊടുത്തില്ലേ, ഒരുപാട് കൊടുത്തില്ലേ, നാട്ടിലും പുറത്തും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമൊക്കെയായി എത്രയാണ് കൊടുത്തത്, ഇനി എന്ത് കൊടുക്കാനാണ് എന്ന ചിന്തയല്ല, ഇനിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, കാറ്റിന്റെ വേഗത പ്രവാചകന് സ്വതക്കക്കുണ്ടായത് അവസാന ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഏറ്റവും സജീവമായി കൊടുക്കാനുള്ള പരിശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കുകയാണ് വേണ്ടത്. സഹോദരങ്ങൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. ജീവിതത്തിന്റെ അന്ത്യം കുറിച്ച് മരണം വരുമ്പോൾ മനുഷ്യന്റെ വിലാപങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ആ വിലാപങ്ങളിൽ ഞാൻ ചെയ്യാമെന്ന് പടച്ചവനോട് ആദ്യം മനുഷ്യൻ പറയുന്ന കാര്യം എന്താ? നമുക്കെല്ലാം മനപ്പാടമുള്ള സൂറത്തുൽ മുനാഫിഖീനിലെ സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ഏറ്റവും ചെറിയൊരു അവധിയിലേക്ക് നീ എന്നെ ഒന്ന് വിട്ടുതരികയാണെങ്കിൽ എന്തു ചെയ്യും ഞാൻ? ഒന്നാമത് മനുഷ്യൻ പറയുക, ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്യാം, വഅകും മിനസ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിലുമായി ചേരാം. നന്മ ചെയ്യാമെന്ന് പറയുന്നിടത്ത് മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ മനുഷ്യൻ ആദ്യം പറയാം, പടച്ചോനെ ഞാൻ സ്വതക്ക കൊടുക്കാന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറയാണ് എന്തുകൊണ്ട് ലോകത്തുനിന്ന് ഇങ്ങനെ വിട പറയുന്ന പരലോക ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് എത്തുന്ന ആ സമയമുണ്ടല്ലോ, അപ്പൊ അവൻ ശരിക്കും കാണാണ് ഓൻ അധ്വാനിച്ച് ഓടിണ്ടാക്കിയത് മറ്റുള്ളവരുടേതായി മാറുന്നതിന് കാണുമ്പോ മനുഷ്യൻ പടച്ചോനോട് ഒന്നാമത് പറയാ ഞാൻ സ്വതക്ക കൊടുക്കാന്നാണ്. അവിടെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം സജീവമാകാൻ നമുക്ക് സാധിക്കണം. അതിന് കഴിയണമെങ്കിൽ, ഈ നന്മകൾ ഇനിയും നിലനിർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ, ഇനിയൊരു തിന്മയിലേക്ക് നമുക്ക് മടങ്ങാതിരിക്കണമെങ്കിൽ ലക്ഷ്യത്തെ നമ്മൾ മറക്കാതിരിക്കണം. ഒരു ലക്ഷ്യം മുന്നിലുള്ളത് കൊണ്ടാണ് 25 പകൽ നമ്മൾ പട്ടിണി കിടന്നത്. ഒരു ലക്ഷ്യം മുന്നിലുള്ളത് കൊണ്ടാണ് ഇന്നലത്തെ രാവ് നമ്മൾ ഉറങ്ങാതിരുന്നത്. ആ ലക്ഷ്യം എന്താ സഹോദരങ്ങളെ? ആഗ്രഹിക്കുന്നു നമ്മളൊരു സ്വർഗം. സ്വർഗം എന്ന ലക്ഷ്യം മറക്കാതിരുന്നാൽ നമുക്ക് പ്രതിസന്ധികളെ മറികടക്കാനാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സാധാരണക്കാരനായ അറാബിയായ ഒരു മനുഷ്യൻ നബിയുടെ അടുത്ത് വരികയാണ്. റസൂലേ, ഞങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഒരുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ യുദ്ധത്തിന് കൊണ്ടുപോയി. ഒരു സന്ദർഭം, യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്ത് വീതം വെക്കുകയാണ്. ഗനീമത്ത് സ്വത്ത് വീതിക്കുന്ന ആ സദസ്സിൽ പോലും അദ്ദേഹമില്ല. പുറത്ത് സ്വഹാബത്തിന്റെ വാഹന മൃഗങ്ങളുടെ മുറിവിൽ മരുന്ന് വെച്ചും പരിപാലിച്ചും കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീതിച്ചു കൊടുത്ത ഗനീമത്ത് സ്വത്ത് കയ്യിൽ കൊടുത്ത് അത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ. അദ്ദേഹത്തിന് അറിയില്ല ഇതെന്താണ്. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഖിസ്മുൻ ഖസമഹു ലക്, അതൊരു വിഹിതം, നിനക്ക് വീതിച്ചു തന്നൊരു വിഹിതം. അതിന് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, റസൂലേ ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഇത് ഞാൻ നിനക്ക് വീതിച്ചു തന്നൊരു വിഹിതമാണ്. ആ മനുഷ്യൻ പറയാണ്, റസൂലേ മാ അലാ ഹാദാ ഇത്തബഅതുക്, ഇതിനു വേണ്ടി അല്ല റസൂലേ ഞങ്ങളുടെ കൂടെ പോന്നിട്ടുള്ളത്. ഒരമ്പെടുത്ത് തൊണ്ടയുടെ ഈ നേർത്ത ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്കിവിടെ ഒരു അമ്പേൽക്കണം, എന്നിട്ട് ആ രൂപത്തിൽ പരലോകത്ത് വന്ന് എനിക്ക് സ്വർഗപ്രവേശനത്തിന് സാധിക്കണം. അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ദുനിയാവിൻ്റെ ഒരു ഓഹരി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്തുഖില്ലാ യസ്തുഖ്, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ പടച്ചോൻ അത് സത്യമാക്കി തരട്ടെ. മറ്റൊരു ഘട്ടം, യുദ്ധം കഴിഞ്ഞ് ഷഹീദായ മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിക്കുമ്പോൾ സഹാബത്ത് പറയാ, എവിടെ അമ്പേൽക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്, അവിടെ അമ്പേറ്റ നിലയിൽ ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, അഹുവ ഹുവ, ഇത് ആ സംസാരിച്ച മനുഷ്യനല്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതെ റസൂലേ, ആ മനുഷ്യനാണ്. സ്വഹാബിമാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജുബ്ബയഴിച്ചു, ആ മനുഷ്യന് കഫം പുടവ ഒരുക്കി. സഹോദരങ്ങളെ, ഷഹീദ് ഏത് വസ്ത്രത്തിലാണ് മരിച്ചത്? ആ വസ്ത്രത്തിലാണ് മറവിയ. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ തൻ്റെ ജുബ്ബയൂരി, ആ ജുബ്ബ അദ്ദേഹത്തിന് കഫം പുടവയായി കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എന്താ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, പടച്ചോനെ ഇത് നിന്റെ അടിമയാണ്, ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട നിന്റെ ഒരു അടിമയാണിത്. ഫഖുതില ഷഹീദ, ഈ മനുഷ്യൻ നിന്റെ ദീനിന് വേണ്ടി ഷഹീദായിട്ടുണ്ട്. അന ഷഹീദുൻ അലാ ദാലിക്, ഈ മനുഷ്യൻ നിന്റെ മാർഗത്തിലെ ഷഹീദാണ് എന്നതിന് റബ്ബേ ഞാൻ സാക്ഷിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. സഹോദരങ്ങളെ, അർഹമായ ഗനീമത്തിന്റെ ഒരു വിഹിതം കയ്യിൽ കിട്ടിയപ്പോൾ പോലും സാധാരണക്കാരനായ അറാബിയായ മനുഷ്യൻ തൻ്റെ ലക്ഷ്യത്തെ മറന്നിട്ടില്ല. നബിയെ, സ്വർഗമാണ് എൻ്റെ ആഗ്രഹം. സഹോദരങ്ങളെ, ആ ആഗ്രഹം മനസ്സിലുണ്ടോ?
നമുക്ക് തളരാതെ ഈ നന്മയുള്ള ജീവിതത്തെ തുടർത്താൻ നമുക്ക് കഴിയും. എന്തേ കാരണം എന്നറിയോ? അത്രമേൽ അനുഗ്രഹീതമാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് വർണ്ണിച്ചത് സ്വർഗത്തെ കുറിച്ച്. 50-ാം അധ്യായം സൂറത്തു ഖാഫ്, ഈ വിശുദ്ധ ദിനരാത്രങ്ങളിൽ നമ്മൾ ഓതിപ്പോയ വചനമാണിത്. സൂറത്തു ഖാഫിന്റെ 31 മുതൽ അല്ലാഹ് പറഞ്ഞില്ലേ, വൗസിലിഫത്തിൽ ജന്നതു ലിൽമുത്തഖീന ഗൈറ ബഈദ്. അധികം അകലെയല്ലാതെ അടുത്തായി കൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി അന്ന് സ്വർഗം കൊണ്ടുവരപ്പെടും. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ജീവിതത്തെ സുരക്ഷിതമായി കൊണ്ടുപോയ ആളുകൾക്ക് വാഗ്ദാനം ചെയ്തതാണ് ആ സ്വർഗം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അദൃശ്യ ജീവിതത്തിൽ അല്ലാഹനെ ഭയപ്പെട്ടവർക്കാണ്. വജാഅ ബിഖൽബിൻ മുനീബ്. വിശുദ്ധ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്ക് വാഗ്ദാനം ചെയ്തതാണ് ആ സ്വർഗം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഉദ്ഖുലൂഹാ ബിസലാം. സമാധാനത്തോടുകൂടി നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്. വിശ്വാസികളെ, ഇത് സ്ഥിരതയുടെ ദിവസമാണ്. എന്നിട്ട് അവരോട് പറയപ്പെടുകയാണ്, ലഹും മാ യശാഊന ഫീഹാ. അവരാഗ്രഹിച്ചത് മുഴുവനും അവർക്ക് ആ സ്വർഗത്തിലുണ്ട്. വലദൈനാ മസീദ്. അധികം കൊടുക്കാൻ ഇനി എൻ്റെ അടുത്തുണ്ട്. പടച്ചോൻ പറയാം, ആഗ്രഹിച്ചത് കിട്ടുന്നതാണ് സ്വർഗത്തിൽ. സഹോദരങ്ങളെ, ദുനിയാവിനൊന്ന് പരിശോധിച്ച് നോക്കി. നമ്മൾ മനസ്സാഗ്രഹിച്ചിടത്ത് ശരീരമെത്താൻ കഴിയാത്ത രോഗം നമ്മൾ പ്രയാസപ്പെടുത്തുന്നില്ലേ? മനസ്സെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും ശരീരമെത്താത്ത പ്രതിസന്ധി ഈ ദുനിയാവിലുണ്ട്. മക്കളെ കിട്ടണേ എന്ന് ആഗ്രഹിച്ച് കിട്ടാതെ പോയതിൻ്റെ വേദന നമുക്കുണ്ട്. ഒരു ഇണയുമൊത്തുള്ള ഒരു സന്തോഷത്തിൻ്റെ ദാമ്പത്യം കിട്ടാതെ പോയ ആഗ്രഹങ്ങളുമായി നടക്കുന്ന മനുഷ്യർ നമുക്കുണ്ട്. മക്കളെ കിട്ടിയിട്ടും നേർവഴിക്ക് നടക്കാത്ത മക്കളെ ഓർത്ത് പതിരാവുകൾ നമ്മൾ കരയുന്നുണ്ട്. നമ്മുടെ സങ്കടമാണ്. ആഗ്രഹിച്ചത് ഒരു തരത്തിലുള്ള കുട്ടിയാണ്, കിട്ടിയത് മറ്റൊരു രൂപത്തിലുള്ള മകനെയാണ്. സഹോദരങ്ങളെ, നല്ലൊരു ജോലി എത്തിപ്പിടിക്കാൻ കഴിയാത്തതിൻ്റെ വേദന നമ്മൾ പേറുന്നുണ്ട്. വീടെന്ന സ്വപ്നം പൂവണിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ദാമ്പത്യത്തിൻ്റെ ജീവിതത്തിൽ കരഞ്ഞു തീർക്കുന്ന രാത്രികളുണ്ട്. എത്രയോ വേദനകൾ, കണ്ണീര് തോരാത്ത അനുഭവങ്ങൾ ദാമ്പത്യത്തിൽ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരോടും പങ്കുവെക്കാതെ, സ്വന്തം ഇണയോട് പോലും പറയാതെ മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്ന എത്ര ആഗ്രഹങ്ങളുണ്ട് നമുക്ക്, എത്ര പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം വേദനകളുണ്ട്. പക്ഷേ അതൊക്കെ മാറുന്നൊരിടമുണ്ട്. ആ ഇടമേതാ? ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആഗ്രഹിച്ചത് മുഴുവനും നടക്കുന്നൊരിടം സ്വർഗമാണ്. ആ സ്വർഗത്തിനു വേണ്ടിയാണ് നമ്മൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത്. ആഗ്രഹിച്ചത് നടക്കുന്നു പറഞ്ഞാൽ എത്രത്തോളമാണ് സഹോദരങ്ങളെ ആ സ്വർഗത്തിൽ ആഗ്രഹം നടക്കാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ ഇസ്തഅദന റബ്ബഹു ഫിസ്സർഇ. സ്വർഗത്തിലെത്തിയിട്ടൊരു മനുഷ്യൻ അള്ളാഹിനോട് അനുവാദം ചോദിക്കുമെന്നാണ്. എന്തിനറിയോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ഫിസ്സർഇ. പ്രച്ചോനെ, എനിക്ക് ഈ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ അനുവാദം തരുമെന്ന്. കൃഷി ചെയ്യാൻ അനുവാദം തരുമോ? ആ സമയത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറയുമെന്നാണ്, അലസ്ത ഫീമാ ശിക്ത്. ഇവിടെ നിനക്ക് ആഗ്രഹിച്ചതൊക്കെ ഇവിടെയില്ലേ, പിന്നെന്തിനാണ് നീ കൃഷി ചെയ്യുന്നത്? കാല, ആ മനുഷ്യൻ പറയും, ബല പടച്ചോനെ, എനിക്ക് വേണ്ടതൊക്കെ ഈ സ്വർഗത്തിനുണ്ട്. വലാകിൻ ഉഹിബ്ബു അൻ അസ്റ. പക്ഷെ കൃഷി ചെയ്യാന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പടച്ചോനെ, എനിക്ക് അനുവാദം തരുമോ? അള്ളാഹു ആ മനുഷ്യന് അനുവാദം കൊടുക്കും. ഫബദറ. അവൻ വിത്ത് പാകുകയും നൊടിയുടെ നേരം കൊണ്ട് കൊയ്തെടുക്കാവുന്ന രൂപത്തിൽ അള്ളാഹു അതിനെ വളർത്തി കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഹദീസ് നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ ഗുണപാഠം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ദുനിയാവിൽ കൊതിച്ചൊരു കൊതി പോലും ചോദിച്ച പടച്ചോൻ പരലോകത്ത് തരുന്ന. അയാൾക്കൊന്നും ആവശ്യമില്ല, വേണ്ടതൊക്കെ കൊടുക്കും. പക്ഷെ അയാൾക്കൊരിഷ്ടം, ദുനിയാവിൽ കൃഷി ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. അയാൾക്കൊരിഷ്ടം, ഈ സ്വർഗത്തിൽ എനിക്ക് കൃഷി ചെയ്യണം. പടച്ചോൻ അനുവാദം കൊടുക്കും. എന്നിട്ടോ കാത്തിരിപ്പില്ല, ദീർഘമായ കാത്തിരിപ്പില്ല, വിളനാശമില്ല. വിത്ത് വിതറി നൊടിയുടെ നേരത്തിൽ
തളിച്ചു പൊന്തി വന്ന് കൊയ്തെടുക്കാവുന്ന പാകത്തിൽ അല്ലാഹു വളർത്തിക്കൊടുക്കും അവന്റെ മുന്നിൽ. സഹോദരങ്ങളെ, ദുനിയാവിന്റെ ചെറിയൊരാവശ്യം പോലും അള്ളാഹു പരിഗണിച്ചു തരുന്നൊരു ലോകം. അത് കിട്ടാനാണ് നോമ്പെടുത്തത്, അത് കിട്ടാനാണ് അന്നപാനീയങ്ങൾ മാറ്റിവെച്ചത്, അത് കിട്ടാനാണ് 25 ദിനരാത്രങ്ങൾക്ക് മുൻപ് നാം കണ്ട പല കാഴ്ചകളും നാം മടക്കി വെച്ചത്, അത് കിട്ടാനാണ് കൈകളുയർത്തി നമ്മൾ തേടിയത്, അത് കിട്ടാനാണ് തളർച്ച തോന്നിയിട്ടും ഒരു തറാവീഹ് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഇന്നും ഞാൻ പോകട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചത്. അത് കിട്ടാനാണ് ദുനിയാവിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ സമയമുണ്ടാക്കി വിശുദ്ധ വേദത്തെ നമ്മൾ പാരായണം ചെയ്തത്. അത് കിട്ടാനാണ് സുന്നത്തു നമസ്കാരങ്ങളിൽ നമ്മൾ ജാഗ്രത കാണിച്ചത്. ആ സ്വർഗത്തിനു വേണ്ടിയാണ് ജമാഅത്തുകളുടെ സൊഫിലേക്ക് നമ്മൾ എത്തിയത്. അത് കിട്ടാനാണ് സഹോദരങ്ങളെ, സ്വതക്കയുടെ ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നിടത്ത് കണ്ണ് നിറഞ്ഞ് കാണുന്ന ചില കാഴ്ചകളുണ്ട്. എന്താണെന്നറിയോ? എല്ലാവരും കൊടുക്കുമ്പോൾ ഒന്നുമില്ല പോക്കറ്റിൽ, ഒരു 10 20 നോട്ട് എടുത്തിട്ട് ഏറ്റവും ചെറുതാക്കി എങ്ങനെ ചുരുട്ടാൻ കഴിയോ അങ്ങനെ ചുരുട്ടിയിട്ട് ആ ബക്കറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കൂലേ? ബക്കറ്റ് പിടിച്ച് നിൽക്കുന്ന മനുഷ്യൻ പോലും ഞാൻ കൊടുത്തത് എത്രയാണെന്ന് അറിയരുതെന്ന് വിചാരിച്ച് കൊടുക്കുന്ന മനുഷ്യരില്ലേ? അതെന്തിനറിയോ? ആ സ്വർഗം കിട്ടാനാണ്. ആഗ്രഹിച്ചത് നടക്കുന്ന സ്വർഗം കിട്ടാൻ. അതുകൊണ്ട് ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മളുടെ മുന്നിലേക്ക് വരും. അള്ളാഹു പറഞ്ഞത് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവ് വഞ്ചിച്ച് കളയും, ശൈത്താൻ കെട്ടഴിച്ചു വിടും. ഈ മാസം കഴിഞ്ഞാൽ വഞ്ചിക്കും അവൻ നിങ്ങളെ. അതുകൊണ്ട് ആ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാനുള്ള മാർഗം എന്താണ്, ഞാൻ ലക്ഷ്യം കണ്ടത് എന്ന് മനസ്സിൽ ആവർത്തിച്ചു പഠിപ്പിക്കണം. എന്നിട്ട് റബ്ബിനെ സന്തോഷത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഏതു കാര്യവും സുന്നത്തുകൾ അനുസരിച്ചും ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിന്നും നിർവഹിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് വരുമ്പോഴും അവിടെ പാലിക്കേണ്ട സുന്നത്തുകളൊക്കെ പാലിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ തവണയും ഓർമ്മപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. പെരുന്നാളിന് വേണ്ടി കുളിക്കുക, നമ്മളെല്ലാവരും കുളിക്കും നിയ്യത്തോടുകൂടി. ഒരു ജനാബത്തുകാരനായാൽ നമ്മൾ എങ്ങനെ കുളിക്കുമോ ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പുണ്യമുള്ള കുളി, അത് കുളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാരാണോ സുഗന്ധം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ട് നമസ്കാരത്തിൻ്റെ മുസല്ലയിലേക്ക് പുറപ്പെടുക എന്ന റസൂലിൻ്റെ സുന്നത്ത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളമായി തക്ബീറുകൾ ചൊല്ലാനും നേരത്തെ തന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാഹചര്യം അനുസരിച്ച് 7 മണിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയത്തു തന്നെ നമസ്കാരം നമുക്ക് തുടങ്ങണം. ഈദ്ഗാഹിൽ സാധ്യമാകുമെങ്കിൽ ഈദ്ഗാഹിൽ അത് നിർവഹിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ച് വരുന്നത് ഒരു വഴിയിലൂടെ, പോകുന്നത് മറ്റൊരു വഴിയിലൂടെ സാധ്യമാകുമെങ്കിൽ അതൊക്കെ ചെയ്ത് സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ആഘോഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം വളരെ വിശദമായി ഇന്നത്തെ സുബഹിൻ്റെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫറദ സക്കാത്തുൽ ഫിത്രി അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമായ എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യം. നമ്മുടെ വീട്ടിൽ അത് കൊടുക്കേണ്ട ആ സമയത്തിൻ്റെ മുൻപ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പോലും നിർബന്ധമാകുന്ന കാര്യം, എല്ലാവർക്കും നിർബന്ധമാകുന്ന കാര്യം. അതുകൊണ്ട് ഞാനതൊക്കെ വാങ്ങേണ്ട ഒരാളാണ്, ഞാൻ കൊടുക്കേണ്ട ആളല്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകരുത്. കുടുംബനാഥന്മാർ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കണക്ക് നോക്കി അതിന് നിശ്ചയിച്ച തുക കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് സംഘടിതമായി കൊടുക്കുമ്പോൾ അതിൻ്റെ ആളുകൾക്ക് നിസ്കാരത്തിന് മുമ്പ് എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ അത് കൊടുത്തു തീർക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബിദ്അത്തായ കാര്യങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, റമദാനിൻ്റെ ഒറ്റയിട്ട രാവുകൾ പ്രത്യേകിച്ചും പള്ളികളിൽ സജീവമാകേണ്ടതിന് പകരം
മൈതാനങ്ങളിലേക്ക് ആളുകളെ വിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും 27-ാം രാവായാൽ പലയിടങ്ങളിലും സ്വലാത്തിൻ്റെ പേരിൽ നഗറുകൾ ഉണ്ടാക്കുകയും അവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പള്ളികളിൽ നിന്ന് ആളുകൾ അകറ്റുകയും ചെയ്യുന്നത് റസൂലിൻ്റെ മാതൃകയില്ലാത്ത അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് നന്മയുള്ള ജീവിതത്തെ ഇനിയും നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. വന്ന വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളും കൂടുതൽ നന്മകളിൽ സജീവമാകാനും റമദാനിനപ്പുറമുള്ള ജീവിതത്തിലും അതൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടത്തിന് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും തൗഹീദുള്ളവരായി ലോകത്തോട് വിട പറയാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഈ നാടിൻ്റെ നന്മയെ നിലനിർത്താൻ ശക്തിയുള്ള നന്മയുള്ള മനസ്സുള്ള കൈകളിലേക്ക് ഈ നാടിൻ്റെ ഭരണത്തെ അള്ളാഹു ഏൽപ്പിക്കുമാറാകട്ടെ. പടച്ചറബ്ബ് ആ നിലക്ക് വിജയിക്കാനും സന്തോഷിക്കാനും കഴിയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പുണ്യ ദിവസങ്ങളിൽ പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തിന് രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഅ്ഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.